അങ്ങനെ കാത്തിരുന്ന് എമ്പുരാൻ നോക്കിയിട്ടാ. ശരിക്കും പറഞ്ഞാൽ അടിപൊളി മൂവിയാണ് കേട്ടോ. ഫസ്റ്റ് ഡേനെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, അതെന്തായാലും നടന്നു. മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി മൂവിയാണ്. വലിയ എന്താ പറയുക, വലിയ സ്റ്റോറിയൊന്നുമല്ല, ഒരു കുഞ്ഞു സ്റ്റോറിയാണ് ഉള്ളത്. അതിന് നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. കുറേ നെഗറ്റീവ്സ് നമുക്കിപ്പോൾ കേൾക്കുന്നുണ്ട്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻസ് മീൻസ് എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ഹൈപ്പ് കൊടുത്തു മൂവിക്ക്. ഒരുപാടാണെങ്കിൽ ഭയങ്കര ഹൈപ്പ് കൊടുത്തു. അതാണ് ഈ മൂവീൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്. ശരിക്കും ഈ ഹൈപ്പൊന്നും ഇല്ലാണ്ട് പോയിട്ട് കാണുന്നുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമ പൃഥ്വിരാജ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ആരും പറയില്ലായിരുന്നു. പക്ഷെ ആദ്യം കിട്ടിയ ഹൈപ്പാണ് ഈ സിനിമയ്ക്ക് എന്താ പറയുക, ഒരു ചെറിയൊരു നെഗറ്റീവ് കൊടുത്തിട്ടുള്ളത്. അല്ലാണ്ട് ഈ സിനിമ അടിപൊളിയാണ്. എനിക്കെന്ന് പറഞ്ഞാൽ പൊതുവെ മോഹൻലാലിൻ്റെ ഫാനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ എൻട്രി അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് ലാലേട്ടൻ്റെ എൻട്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിൻ്റെ എൻട്രിയും സൂപ്പറാണ്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ വില്ലനുണ്ട്, അദ്ദേഹത്തിൻ്റെ എൻട്രി സൂപ്പറായിരുന്നു. സിനിമയുടെ ആദ്യം 10 മിനിറ്റ് പറഞ്ഞാൽ വയലൻസാണ്. നല്ല വയലൻസ് ഉണ്ട് 10 മിനിറ്റ്. അത് കഴിഞ്ഞാൽ സിനിമ നല്ല രസമുണ്ട്. പ്രശ്നം വയലൻസ് പൊതുവെ ഇഷ്ടപ്പെടാത്തവളാണ് ഞാൻ. അത് കഴിഞ്ഞാൽ അത്ര വയലൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഈ മൂവിയിൽ. പിന്നെന്താ പറയുക, മൂവി ഞാൻ സ്റ്റോറിയൊന്നും പറയുന്നില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് അനുഭവപ്പെടേണ്ട സിനിമ തന്നെയാണ് ശരിക്കും പറഞ്ഞാലെന്ന് പറഞ്ഞാൽ. അതിൻ്റെ ചിത്രീകരണം അങ്ങനെയാണ്. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട ഒരു രീതിയാണ്. സാധാരണ നമുക്ക് ഫോണിലായാലും വീട്ടിൽ TV ഇങ്ങനെയൊന്നും കാണുന്ന ഒരു മൂവിയല്ല. ശരിക്കും പുറത്ത് തിയേറ്ററിൽ പോയി കാണേണ്ട മൂവി തന്നെ കേട്ടോ. എന്തായാലും നിങ്ങൾ പോയിട്ട് കാണണം. എനിക്ക് പൊതുവെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ സോങ് ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട്. എന്താ പറയുക, എമ്പുരാൻ ആ ഒരു സോങ് ഉണ്ട്, അത് അടിപൊളിയാണ് കേട്ടോ. അടിപൊളിയാണെന്നെങ്കിൽ അടിപൊളിയാണ്. ദീദിന്ന് തോന്നുന്നു എനിക്ക് പാടിയത്, അടിപൊളിയാണ്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളും പോയി എന്തായാലും കാണണം. ശരിക്കും നല്ലൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് സാധിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഈ സിനിമയെ പറ്റി ഞാൻ അഭിപ്രായം പറഞ്ഞത്. എനിക്കിഷ്ടപ്പെട്ടു.